നമസ്കാരം. മീഡിയ ടൂവിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ മാറിയപ്പോൾ കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾക്ക് വിള്ളൽ വീണു. പുരുഷന് സുരക്ഷിതത്വം നഷ്ടമായി. ഈ അവസരത്തിൽ നമ്മോട് സംസാരിക്കുന്നത് കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാറാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എസ് രമേശൻ നായർ സാർ അവരുടെ മനോഹരമായ വരികൾ. ഈ വരികൾ കേൾക്കുമ്പോൾ അജിത്ത് അസ്വസ്ഥനാവുന്നുണ്ടോ? ഒരിക്കലുമില്ല. മനോഹരമായ ഗാനമാണ്. ഒത്തിരി നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഇതുപോലൊരു ഭാര്യയെ കിട്ടുവാൻ വേണ്ടി ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാടിൽ കൂടിയാണ് നമ്മളെല്ലാവരും വളർന്നു വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് പുരുഷന്മാർ. പക്ഷേ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പാട്ടുകൾ രചിക്കാൻ പറ്റും. അതുപോലുള്ളൊരു പെണ്ണിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരം പിടിച്ചൊരു കാര്യമാണ്. കാര്യം അങ്ങനെയുള്ള ഒരു പെൺകുട്ടികൾ ഉണ്ടായിരുന്ന കാലഘട്ടം മുൻപുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടില്ല. വളരെ പ്രയാസമാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയും. എന്താണ് സംഭവിച്ചത്? എൻ്റെ ജീവിതത്തിലാണോ? അല്ല, ഈ പെൺകുട്ടികൾ, മുമ്പുള്ള പെൺകുട്ടികൾ അങ്ങനെയായിരുന്നു, ഇപ്പോഴുള്ള പെൺകുട്ടികൾ അങ്ങനെ അല്ല എന്ന് പറയാൻ കാരണം? തീർച്ചയായിട്ടും അത് ഫെമിനിസ്റ്റ് ചിന്താഗതികളുള്ള, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾ, അവർ കാലാകാലങ്ങളായിട്ട് പല തോന്നിവാസങ്ങളും കാണിക്കുവാൻ വേണ്ടിയിട്ട്, ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അവർക്ക് പല മേഖലയിലും ദുർനടപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരോ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അത് സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അവർ നേടിയെടുക്കുന്നു. കാരണം ഏത് സമയവും എവിടെ വെച്ചും ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സ്ത്രീക്കും പുരുഷനും ലൈംഗികമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം ഇവർ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ മുൻകാലങ്ങളിൽ ലോഡ്ജുകളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും റെയ്ഡുണ്ടോ? റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ്റെ തൊപ്പി തെറിക്കും. അത്രമേൽ അവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ റെയ്ഡ് നടത്തി, ഓക്കെ, അതായിക്കോട്ടെ. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ എന്തിനു പറയുന്നു, നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാം നടക്കുന്നത് ബെഡ്റൂമിൽ നടക്കുന്നതിനേക്കാളും മോശം അവസ്ഥയാണ്. ഈ അവസ്ഥ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ ഫെമിനിസ്റ്റുകളാണ്. അവർ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ പോകുന്നു, ഒരു ഓർഡർ വാങ്ങുന്നു. അതെങ്ങനെ വാങ്ങുന്നു? അതിനു വേണ്ടിയിട്ട് കോടികൾ മുടക്കാൻ വേണ്ടിയിട്ട് പാവാടകളായിട്ടുള്ള കോടീശ്വരന്മാരും ഉണ്ട്. അതേസമയം പുരുഷന്മാരുടെ ഒരു പ്രശ്നം പറഞ്ഞ് എവിടെയെങ്കിലും പോട്ടെ, ഒരാൾ ഒരു രൂപ സഹായിക്കില്ല. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാമല്ലോ, അതിനു വേണ്ടിയിട്ട് അവർ എന്ത് കാശും എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുവാൻ തയ്യാറാകുന്നു. അവിടെയാണ് ഇവിടെ നിയമങ്ങൾ വളച്ചൊടിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട് നശിച്ചു പോകേണ്ടത്. പ്രത്യേകിച്ച് കേരളം പോലൊരു സ്റ്റേറ്റ്, മറ്റുള്ള സ്റ്റേറ്റിനേക്കാളും കേരളത്തിൽ എന്തും നടപ്പിലാക്കാൻ പറ്റിയൊരു വളക്കൂറുള്ളൊരു മണ്ണായിട്ട് മാറി. അതാണ് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാതാകും. നമ്മുടെ രാജ്യത്തൊരു സംസ്കാരമുണ്ട്, ഭാരത സംസ്കാരം. ഈ സംസ്കാരത്തിന് വിപരീതമായ കോടതി വിധികൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ സാമൂഹ്യ പ്രസക്തരായ രാഷ്ട്രീയ പാർട്ടികൾ വിമുഖത കാണിക്കുന്നു, മുഖം തിരിച്ചു നിൽക്കുന്നു? അതൊരു വിഷയമല്ല സാർ? തീർച്ചയായിട്ടും അത് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വോട്ട് ബാങ്കാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർ ഇപ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷന്മാർ ബാൻ റൊട്ടിക്കാനും ഇവർക്ക് വേണ്ടി ജയ് വിളിക്കാനും ഇവരെ തോളിലേറ്റി നടക്കുവാനും പുരുഷന്മാരുണ്ട്. കാരണം അവർ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമയാണ്. ഇവിടെ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം ഉണ്ടാവും. ഈ ചാഞ്ചാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ, ഈ പാർലമെൻറ്റിലാണല്ലോ നമ്മുടെ ഓരോ നിയമങ്ങളും പാസ്സാക്കുന്നത്. നമ്മളിവിടെ നിന്ന് വിജയിപ്പിച്ച് വിടുന്ന, ഇപ്പോൾ നമ്മളെ കേരളത്തിലാണെങ്കിൽ 20 MP-മാരുണ്ട്. ഈ 20 MP-മാരിൽ ഒരാൾ പോലും, ഇതിൽ സ്ത്രീ വിഷയം ഉണ്ടായിട്ടുള്ള MP-മാരുണ്ട് നിലവിൽ, എന്നാൽ പോലും അവർ സ്ത്രീകൾക്കെതിരെയോ അവരുടെ ഇന്നത്തെ നിയമങ്ങൾ, അവർക്ക് കൊടുക്കുന്ന നിയമപരിരക്ഷ, ഈ യഥാർത്ഥം പറഞ്ഞാൽ പണ്ടുകാലത്തുള്ള സ്ത്രീകൾ അവർ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാലാകാലമായിട്ടുള്ള നിയമത്തിന് പരിഷ്കാരം വരേണ്ടതാണ്. പക്ഷേ അന്നത്തെ, യഥാർത്ഥം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്, ആ കാലയളവിലുള്ള അതേ നിയമവ്യവസ്ഥയാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ സ്ത്രീകൾ ഇത്രയും പ്രശ്നക്കാരായിട്ട് മാറുമ്പോൾ അപ്പോൾ കാലാകാലമായിട്ട് അതിനൊരു മാറ്റം ഉണ്ടാവണം.
ആ മാറ്റം ഇവിടെ നിലവിൽ ഉണ്ടാകുന്നില്ല. ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പാർലമെന്റിൽ MP-മാരും ഒരക്ഷരം പറയുന്നില്ല എന്നുള്ളതാണ്. പോക്സോ കേസിലെ പ്രതികൾ വരെ പാർലമെന്റിലുണ്ട്. പക്ഷെ അവരാരും, അതും വ്യാജ പോക്സോ കേസാണ് കേട്ടോ, ഒറിജിനലല്ല, വ്യാജ പോക്സോ കേസിലെ പ്രതികളായിട്ട് കൂടിയിട്ടും ഇവർ ആ നിയമങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരു നടപടി, ഒരു ചെറുവിരൽ അനക്കുന്നില്ല എന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ നമ്മുടെ കുഞ്ഞു മക്കൾ, ഇനിയുള്ള തലമുറ, അപ്പോൾ എനിക്ക് മക്കളുണ്ട്, നമുക്ക് എല്ലാവർക്കും കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ ഒരു കുടുംബ ബന്ധങ്ങൾക്ക് എന്താ പറയുക, കുടുംബം ഇൻപമുള്ളതാണ് കുടുംബം. ആ കുടുംബ ബന്ധം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് ഇന്ന് നമ്മുടെ ആർഷഭാരത സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ പെൺകുട്ടികൾ, ഇപ്പോൾ കൊച്ചുകുട്ടികൾ തന്നെ പ്രസവിക്കുന്നുണ്ട്. 10 വയസ്സായിട്ടുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിക്കുകയാണ്. അതും വീട്ടുകാർ പോലും അറിയാതെയാണ് ബാത്റൂമിലും മറ്റ് ഒരു എന്താ പറയുക സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പ്രസവിക്കുകയാണ്. ഒന്ന് നമ്മൾ ആലോചിക്കണം, നമുക്ക് പുരുഷന്മാർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ അടുത്ത കാലത്ത് നടന്നതായിട്ട്. ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചു. അവൾ പ്രസവിച്ചത് എവിടെയാ? ശുചിമുറിയില്ല. എന്നിട്ട് അവള് ജനാലയിൽ കൂടി എടുത്ത് ആ കുഞ്ഞിനെ എടുത്ത് വലിച്ചെറിയാണ്. ഈ പൊക്കിൾ കൂടി മുറുക്കിയ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിക്കണം. പണ്ട് മുതലേ കേട്ടുവരുന്നതാണ് ഈ പ്രസവത്തിനുള്ള വേദന എന്താണെന്ന്. ഒരമ്മയെ വാനോളം പുകഴ്ത്തുന്നത് ആ പ്രസവ വേദനയെ നമ്മൾ വർണ്ണിച്ചുകൊണ്ടാണ്. പക്ഷേ എന്ത് പ്രസവ വേദനയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം നിഷ്പ്രയാസം ടോയ്ലറ്റിൽ പോയി പ്രസവിച്ച് പൊക്കിൾ കൂടി മുറിച്ച് നേരെ ജനാലയിൽ കൂടി വലിച്ചെറിയാണ്. ആ കുട്ടി രക്ഷപ്പെട്ടത് ആയുസിൻ്റെ ബലം കൊണ്ട്. കാരണം അത് ഒരു പുൽമേട്ടിലാണ് ചെന്ന് വീണത്. അതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഇതിനു മുന്നേ എറണാകുളത്ത് ഫ്ലാറ്റിൽ നിന്ന് ഒരു കുട്ടിയെ വലിച്ചെറിഞ്ഞു വേസ്റ്റിലേക്ക്. ആ കുട്ടി മരിച്ചുപോയി. ഈ അമ്മ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ്. അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ കേരളത്തിലാണ്. കാരണം എന്താ? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ എന്തും കഴിക്കാം, എന്തും ഉടുക്കാം, എന്തും ആകാം, എന്ന് വെച്ചാൽ എന്ത് തോന്നിയവാസവും ആവാം, ഈ നിലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനൊരു തടയിടുവാൻ വേണ്ടി ഒരാളും ചലിക്കില്ല. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിൽ നിന്ന് പുരുഷന്മാരുടെ പേര് വരെ മാറ്റിയിട്ടുണ്ട്. പേര് മാറ്റിയെന്ന് പറഞ്ഞാൽ മുൻപ് രക്ഷകർത്താവ് എന്നായിരുന്നു. ഇപ്പോൾ ആ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് അവിടെ അമ്മയാണ്, പെണ്ണാണ്. ഇതിനിടയിൽ പറഞ്ഞോട്ടെ, ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാള്. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉമ്മൻചാണ്ടി ചെയ്ത വലിയൊരു ചതിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ റേഷൻ കാർഡിൽ പുരുഷന്റെ പേര് ആഡ് ചെയ്ത് മാറ്റിയിട്ട് സ്ത്രീയുടെ പേര് ആഡ് ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ഒരു മോശം പ്രവൃത്തി എന്ന് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. ഇനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. കാരണം മാറ്റിക്കഴിഞ്ഞാൽ ആ മന്ത്രിസഭയും ആരൊക്കെയാണോ അതിൽ ഇടപെട്ടിട്ടുള്ളത് ആ മന്ത്രിസഭയിലുള്ള ഒരൊറ്റ മന്ത്രിമാരും വിജയിക്കില്ല. കാര്യം സ്ത്രീകൾ ആരും വോട്ട് കൊടുക്കില്ല. അവിടെയാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റിയതോടുകൂടി പുരുഷന് ആകപ്പാടെ ഉണ്ടായിരുന്ന റേഷൻ കാർഡിലെ വിലയാണ്, അതും പോയി. അപ്പോൾ വീട്ടിൽ നിലവിൽ ഒരു പുരുഷന് അവൻ്റെ വാക്കുകൾക്ക് വിലയില്ലാതെ വന്നു. മക്കളാരും അവനെ അനുസരിക്കുന്നില്ല. കാര്യം അമ്മയുടെ ഭരണമാണ്. അമ്മയുടെ ഭരണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംരക്ഷിക്കുന്ന രീതിയിലോട്ട് ഒരു അമ്മമാരും 99% അമ്മമാരും പോകുന്നില്ല. നല്ല മാതൃത്വമില്ല. കാരണം ഈ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വിളക്കായിരിക്കണം. വിളക്കായിരിക്കുമ്പോഴാണ് അത് എപ്പോഴും ശോഭയുണ്ടാവും. ഇതിന്റെ മനോഭാവം തന്നെ മാറി. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മ അനുസരിക്കാതെ വരുന്നു. കാരണം എന്താ? എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ പിതാക്കന്മാർ, ആ വീട്ടിലെ നായകൻ വിളിച്ച് ചോദിക്കും. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. അമ്മാവന്മാർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമായിരുന്നു. അവർ ചോദിക്കും, എന്താ ഇവിടെ പ്രശ്നം, എന്താണ്, അതിനുള്ള പരിഹാരം കാണുമായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് പെണ്ണാണ് വീട് ഭരിക്കുന്നത്. വീട് ഭരിക്കുമ്പോൾ ഈ പെണ്ണിനെപ്പോഴും ദുർനടപ്പിലോട്ടുള്ള ചിന്താഗതിയെ വരുത്തും. മക്കളെ നേർവഴിക്ക് കൊണ്ടുപോകണം എന്നുള്ളതില്ല. അമ്മയെ ചോദ്യം ചെയ്യുന്ന മക്കൾ തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് വരും. എന്തുകൊണ്ടാണ് ഭർത്താവിനെ ചോദ്യം ചെയ്യുന്ന ഭാര്യയാകുമ്പോൾ അവിടെ ഒരിക്കലും മക്കള് അനുസരണ ഉള്ളവരായിട്ട് വരില്ല. ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നിടത്ത് മാത്രമേ മക്കൾ ബഹുമാനവും അനുസരണയും ഉള്ള കുട്ടികളായിട്ട് വളർന്നു വരത്തുള്ളൂ. അവർ നന്നായിട്ട് പഠിക്കും, സമൂഹത്തിന് മാതൃകയായിരിക്കും അവർ. പക്ഷെ ഇവിടെ ഇത് ഇന്നത്തെ നമ്മുടെ വീടുകളിൽ ഇല്ല. അതുകൊണ്ടാണ്
ഇന്നത്തെ ഏറ്റവും കൂടുതൽ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ കൊച്ചുകുട്ടികളാണ്. അവരോടൊപ്പം പ്രായമായവരും ഉണ്ട് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് താഴോട്ടുള്ളവർ. ആ നിലയിലോട്ട് നമ്മുടെ സംസ്കാരം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തെറ്റായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വിവാഹ ബന്ധത്തോട് ആർക്കും താല്പര്യമില്ല. എന്താണ് പ്രശ്നം? കാരണം ലൈംഗിക ദാരിദ്ര്യം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കില്ല. മുൻകാലങ്ങളിൽ ഒളിച്ചോടുമായിരുന്നു പെൺകുട്ടികൾ, അല്ലേ? ഏതെങ്കിലും വീട്ടിനടുത്തുള്ളയോ അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും യുവാക്കളുമായിട്ട് ഒളിച്ചോടി പോയി വിവാഹം കഴിക്കും. ഇന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്കറിയാവോ? ഇല്ല. കാരണം ലൈംഗിക ദാരിദ്ര്യമില്ല. അന്നതുണ്ടായിരുന്നു. ഇന്ന് പുരുഷന്മാർക്ക്, ഒരു വിഭാഗം പുരുഷന്മാർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് താൻ. എന്നാൽ പെൺകുട്ടികൾക്ക് ഒരേ സമയം ഒരുപാട് പേര്. ഈയിടയ്ക്ക് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ആകപ്പാടെ യഥാർത്ഥം പറഞ്ഞാൽ ഈർക്കിൽ പോയിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർ 4 പേരുണ്ട്. അതിൽ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, നിനക്കെത്ര ലയനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ് 6 പേരെന്ന്. സത്യം പറഞ്ഞാൽ എണീച്ച് നിൽക്കാൻ ഉള്ള ആ ഒരു ഗട്സ് ഇല്ലാത്തൊരു പെൺകുട്ടി 6 പേരെന്ന്. അപ്പോൾ ഇത്തിരി ഗ്ലാമറുള്ള പെൺകുട്ടികൾക്ക് എത്ര പേര് കാണും? നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഒരു 25% പുരുഷന്മാരിലാണ് ഈ പെൺകുട്ടികൾ കംപ്ലീറ്റ് നിൽക്കുന്നത്. സർക്കുലേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിലധികം പുരുഷന്മാരുണ്ട് ഈ ആൺകുട്ടികൾക്ക്. ഇങ്ങനെയുള്ള ആൺകുട്ടികൾ ഇവർക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പോലീസ് ഇടയ്ക്ക് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു, 2 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇവർ മയക്കുമരുന്ന് മറ്റുള്ള പല പ്രശ്നങ്ങളിലുള്ളവരാണ്. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിട്ടുള്ള പയ്യനാണ്, നല്ല ഗ്ലാമറാ പയ്യൻ. 138 പെൺകുട്ടികളെ ഭോഗിച്ചിരിക്കുകയാണ്. അവന് വെറും 20 വയസ്സിന് താഴെയാണ് പ്രായം. ഒന്ന് ആലോചിച്ച് നോക്കണം, 138 പെൺകുട്ടികളെ ഇവർ 2 പേരും ഭോഗിച്ചിരിക്കുന്നത്. ഇതിലിടയ്ക്ക് ക്യാഷിൻ്റെ ഇടപാടുകൾ വന്നു. അപ്പോൾ അതിനുള്ള പ്രശ്നമാണ്. ഇവരത് പബ്ലിക്കിൽ പറയുകയും പിന്നെ അത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവരിപ്പോൾ റിമാൻഡ് ചെയ്ത് ജയിലിലാണ് ഇവരിപ്പോൾ. മനസ്സിലാക്കണം, 138 എന്നുള്ളത് ഇവർ പറഞ്ഞ കണക്കാണ്. അതിൽ മേൽ കാണുമെന്നാണ് പോലീസിൻ്റെ കണക്കൂട്ടലും ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടം എങ്ങോട്ട് പോകുന്നു, പെൺകുട്ടികൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. കാര്യം പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെ ഇവർ തേടിപ്പിടിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടും ഫുഡടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇവർ ഇതുപോലുള്ള സാമ്പത്തികമുള്ളവരെ ഉപയോഗിക്കുന്നു. അവരോടൊപ്പം ചങ്ങാത്തം കൂടുന്നു, അവരോടൊപ്പം ബെഡ് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ നാശത്തിലോട്ട് പോവുകയും ഇതിലൊന്നും ഒരു കണിക പോലും രാഷ്ട്രീയക്കാർ ഇടപെടില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ അധികാരത്തിൽ കയറിയതിന് ശേഷം മയക്കുമരുന്നിനെതിരെ മാത്രം തൂഫാൻ എന്നുള്ള ഒരു നടപടിയുമായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആയിട്ട് പോകുമെന്നോ ഇതിന് പുറകിലുള്ള മറ്റുള്ള ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരാളും തൊടില്ല എന്നുള്ളത്. നിലവിലുള്ള നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്തോളം ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ട് തന്നെ ഇരിക്കും. തീർച്ചയായിട്ടും നിയമ സംവിധാനങ്ങളിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത്? ഞാൻ എത്ര കണ്ട് ആലോചിച്ചിട്ടും ഒരിക്കലും ഈ നിയമങ്ങൾ മാറ്റാൻ ഒരു സാധ്യതയുമില്ല. കാര്യം ഇത് സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സുപ്രീം കോടതിയിൽ നേരിട്ട് നടപടികൾ എടുക്കാത്ത കാര്യങ്ങൾ നേരെ പാർലമെന്റിലേക്ക് വിടാറുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ പ്രസിഡന്റിന് വിടാറുണ്ട്. പക്ഷെ അവിടെ എല്ലാം വിടുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് ആ നിയമങ്ങൾ പിന്നെ ഒരിക്കലും ഒരു സ്റ്റേറ്റിനകത്ത് നിന്നുകൊണ്ട് ആർക്കും ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത് പാർലമെന്റിൽ തന്നെ MP-മാർ തന്നെ അതിനുവേണ്ടി ശ്രമിക്കണം. അവർ ഒരിക്കലും ശ്രമിക്കില്ല. കാരണം അവർക്കും പെണ്ണ് വേണം, പണം വേണം, മറ്റുള്ള എല്ലാ സൗകര്യവും വേണം. വീണ്ടും അവർക്ക് അധികാരത്തിൽ കയറണം. അങ്ങനെയുള്ള മനോഭാവം ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ഇനിയും ഈ നിയമവ്യവസ്ഥകൾ മാറാൻ സാധ്യതയില്ല. ഇനിയും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒഴുക്കിനനുസരിച്ച്, നമ്മളിപ്പോൾ ഒരു പുഴവക്കിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ഈ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളതല്ലാതെ ഇനി മറ്റൊരു മാർഗം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷെ നമുക്ക് പരമാവധി ഫൈറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ. ഞാനിപ്പോൾ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, സേഫ് സോൺ. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുരുഷൻ അവനൊരു ഫണ്ട് പിന്നെ സൂക്ഷിച്ചു വെക്കുകയാണ്, സ്ത്രീ വേറൊരു ഫണ്ട് സൂക്ഷിച്ചു വെക്കുക. പണ്ട് അങ്ങനെയല്ല. കുടുംബം എന്നുള്ള പശ്ചാത്തലം ഇവർക്ക് 2 പേർക്കുള്ള അസറ്റ് ഒരുപോലെ പോകും. കാരണം എപ്പോഴാണ് ഒരാൾ ഓടിപ്പോകുന്നതെന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന പുരുഷനാണ്. നമുക്ക് പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ ഓരോ പുരുഷനും ഭയപ്പെടുന്നു. ഈ ഒരു വിശേഷം ഏത് രീതിയിലാണ് അവസാനിക്കാൻ പോകുന്നത്? ഇത് തീർച്ചയായിട്ടും ഇന്ന് ഫാമിലി കോർട്ടിൽ ഏറ്റവും കൂടുതൽ കേസുകൾ വരാനുള്ള കാരണം ഇതാണല്ലോ. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന്
കുടുംബ ബന്ധങ്ങൾ നയിക്കുന്നവരൊന്നും, ഞാൻ ഒരുപാട് പേരുമായിട്ട് ചർച്ചകൾ ചെയ്യുന്നുണ്ട്, ആരെ കണ്ടാലും അവരുടെ കുടുംബജീവിതത്തെ പറ്റി 2 വാക്ക് ഞാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, എല്ലായിടത്തും വിള്ളലുണ്ട്. പക്ഷേ കുട്ടികളെ ഓർത്തിട്ട് അവരെല്ലാവരും പറയുന്നത്, കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും ചെയ്യും. ഇന്നലെയും ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, എനിക്കൊരു മകനുണ്ട്, അവനെ ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും ക്ഷമിക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് ഈ പെണ്ണിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുടുംബജീവിതം പാടെ നശിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നിയന്ത്രണം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ്? യഥാർത്ഥത്തിൽ നിയന്ത്രണം വേണ്ടതല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണം വേണം. ആ നിയന്ത്രണം പിടിവിട്ട് പോകുമ്പോൾ സ്ത്രീ പുരുഷനെ ഉപദേശിക്കണം, പുരുഷൻ സ്ത്രീയെ ഉപദേശിക്കണം. ഇത് നടക്കുന്നില്ല. ഇതിലെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ പെണ്ണിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൾ മുൻകാലത്ത് പഠിച്ചതുപോലെയും, ഇപ്പോൾ കോളേജിൽ പഠിച്ചിരിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ഒന്നിലധികം പ്രണയമുണ്ടായിരുന്നു, ഐസ്ക്രീം പാർലറിൽ പോയി അവർ ഐസ്ക്രീം കഴിച്ചതാണ്. പക്ഷേ ഇവിടെ പുരുഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിച്ച് കിട്ടുന്ന കാശ് മക്കൾക്ക് വേണ്ടി സേവ് ചെയ്യുന്നു. ഈ പ്രണയിക്കുമ്പോഴേ പുരുഷനും അതിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഒരു പെൺകുട്ടി വിചാരിക്കുന്നത് പോലെയാണ് സമൂഹത്തിന്റെ പോക്കെന്ന് പറയുന്നത്. അത് വേറെ വസ്തുത. ഒരു പെൺകുട്ടി വിചാരിച്ചാലേ ഈ ഒരു സംഭവം നടക്കുന്നത്. ഐസ്ക്രീം കുടിക്കാൻ പോകുന്ന വേണമെങ്കിൽ പെൺകുട്ടികൾ പോകണം. പക്ഷെ പെൺകുട്ടികൾ നിയന്ത്രണവിധേയമായി കഴിഞ്ഞാൽ സമൂഹം രക്ഷപ്പെട്ടു. നമ്മളിപ്പോ വട്ടിയൂർക്കാവിനടുത്താണല്ലോ ഇരിക്കുന്നത്. ഈ വട്ടിയൂർക്കാവിൽ നിന്ന് വെള്ളയമ്പലം വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ള റൂട്ട് പോകണ്ട, ഒരുപാട് റൂട്ടുകളുണ്ട്. നമ്മുടെ ഈ മാനവീയം വീതിയുണ്ട്, വഴുതക്കാട് ആ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഈ ശാസ്തമംഗലം മുതൽ വെള്ളയമ്പലം വരെയുള്ള ഏകദേശം 1-1.5 കിലോമീറ്റർ, ഈ ഇത്രയും സ്ഥലത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വൈകിട്ട് സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടത് കൈയിൽ ചായയും വലത് കൈയിൽ സിഗരറ്റുമായിട്ട് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ കാണാം. ഒപ്പം പയ്യന്മാരും ഉണ്ട്. കുറച്ച് പയ്യന്മാരും വലിയൊരു വിഭാഗം പെൺകുട്ടികളും ഇന്ന് തെരുവിലാണ്. രാത്രി ഇവർക്ക് ഇറങ്ങി നടക്കണം. എന്ത് കാണാനാണ്? പ്രകൃതി നമുക്ക് രാത്രിയും പകലും തന്നിരിക്കുന്നത് എന്തിനാണ്? അത് പുരുഷന്മാർ പോലും ഒരു സമയം നടക്കുന്നില്ല. ഇല്ല, അവർക്ക് ഞാൻ ചോദിച്ചേ, രാത്രിയിൽ എന്താ വർക്ക്, എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ പറയാം, ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും പുരുഷന്മാരെ ഈ പറയുന്ന തെരുവിൽ കാണുമോ? ഒരൊറ്റ എണ്ണത്തിനെയും കാണില്ല. എന്നാൽ വെള്ളമടിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന അപൂർവം ചിലർ കാണും. പക്ഷെ അവരുടെ കൂടെ സ്ത്രീ കാണില്ല. പക്ഷെ ബാക്കിയുള്ള ഈ കൊച്ചുകുട്ടികൾ, ഈ 30 വയസ്സിന് താഴോട്ടുള്ള പെൺകുട്ടികളുടെ കൂടെ ആൺകുട്ടികളും കാണും. ഇവര് കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും കാണാം. പക്ഷെ അത് നമ്മൾ വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഉണ്ട് ഇവരുടെ കയ്യിലൊക്കെ. ഇവർ ഒരു കയ്യിൽ ചായയും മറ്റു കയ്യിൽ സിഗരറ്റും വെച്ച് കൂളായിട്ട് സിഗരറ്റ് വലിച്ചു നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പോയി ഇന്ന് വൈകിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ മാനവീയം വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെമ്മാടിത്തരം പഠിച്ച വേലയാണ് ആ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ സർക്കാർ. എന്തിനാണ് ഇങ്ങനെ ഒരു വീതി? ഈ കുറെ അഴിഞ്ഞാട്ടക്കാരുകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് അഴിച്ചിട്ടിരിക്കുകയാണ്, ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ ആദ്യം ഈ ദുർനടപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെ നിയന്ത്രിക്കണം. രാത്രിയിൽ സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥം പറഞ്ഞാൽ ഇതുപോലുള്ള കഞ്ചാവ്, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെക്ക് വടക്കായിട്ട് നടക്കുക, അവരുടെ ശാരീരിക സുഖത്തിന്, അവർക്ക് ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് പലരെയും കണ്ടെത്താനുള്ള ഒരു ഉറവിടം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, 30 വയസ്സിന് മേളിലുള്ള നമ്മളെല്ലാവരും വീട്ടിൽ കിടന്ന് ഉറങ്ങില്ലേ? അത് നമ്മൾ ഉറങ്ങുകയോ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ നാളെ നമുക്ക് എങ്ങനെ ജീവിക്കാം, എങ്ങനെ രക്ഷപ്പെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുരുഷന്മാർ അധികം പേരും ചിന്തിക്കുകയാണ്. ഇവിടെ ഇതല്ല ഇവരുടെ ചിന്ത. ഇവർക്ക് അർദ്ധരാത്രി റോഡിൽ കൂടി നടക്കണം. എന്തെടുക്കാനാണ്? എങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം, ഈ പ്രകൃതി നമുക്ക് രാത്രിയും പകലും തന്നെ എന്തിനാ? രാത്രിയും പകലും തന്നത് പകൽ മുഴുവൻ നമ്മൾ അധ്വാനിക്കുകയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് രാത്രി നമ്മൾ വിശ്രമിക്കാനാണ്, നമുക്ക് ഉറങ്ങാനാണ്. ആ സമയത്ത് തെരുവിൽ കൂടി ഇങ്ങനെ തെണ്ടി നടക്കാനാണോ? കഞ്ചാവും വലിച്ച് മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഈ പുതുതലമുറയ്ക്ക് തെറ്റായിട്ടുള്ള മെസ്സേജ് കൊടുക്കുക അല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഒരു ചിന്തയുമായി അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഓപ്പണായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് വാദിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടേ. ഇത് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരിക്കലും ഇവർക്ക് സ്ത്രീകൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കില്ല. നിന്ന് കഴിഞ്ഞാൽ അവർ അടുത്ത പ്രാവശ്യം അവർക്ക് വോട്ട് കിട്ടില്ല. സ്ത്രീകളുടെ വോട്ടാണ് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളത് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് ഈ സ്ത്രീകൾക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു നടപടിയും ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി
ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പിങ്ക് ബസ് ഇറക്കി. അത് കൊടുത്തിരിക്കുന്ന റൂട്ട് ഏതാണ്? സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന റൂട്ടല്ലല്ലോ. അത് ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് പോർട്ടിൽ നിന്നും തമ്മാനൂരിൽ നിന്നും ഈ വാഹനം നേരെ പോകുന്നത് ടെക്നോ പാർക്ക് ആണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്നവർക്കാണ് ഈ ബസ്സിന്റെ ഉപയോഗം. ഇവിടെ നമ്മൾ സാധാരണക്കാരുടെ കാര്യമല്ലേ നോക്കണ്ടേ? ടെക്നോ പാർക്കിൽ വരുന്നവർക്ക് ടെക്നോ പാർക്കിലെ വാഹനമുണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും അവർക്ക് ആ രീതിയിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. 2, സ്വന്തമായിട്ട് വാഹനമുള്ള സ്ത്രീകളാണ് ഇന്ന് ഭൂരിപക്ഷം പേരും ഉള്ളത്. അപ്പോൾ എന്തിനാണ് ഒരു ലേഡീസ് ഒൺലി ആയിട്ട് ഇവർക്ക് ഈ പിങ്ക് ബസ് ഇറക്കി കൊടുക്കുന്നത്? അപ്പോൾ ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പുരുഷന്മാരുടെ പ്രശ്നത്തിൽ, പുരുഷന്മാരുടെ സാധാരണക്കാരുടെ ഇപ്പോൾ ആരോഗ്യമുള്ള പുരുഷന്മാരുടെ കാര്യം നമുക്ക് വിട്ടിട്ട് 60 വയസ്സിന് മേളിലുള്ള പുരുഷന്മാർക്ക് എന്തുകൊണ്ട് ഈ KSRTC ബസ്സിൽ, പ്രിയദർശിനി ബസ്സിൽ ഈ ഫ്രീ ടിക്കറ്റ് അനുവദിക്കാൻ പാടില്ല? ഇവിടെ എത്രയോ കാസർഗോഡ് നിന്ന് വരെ നമ്മുടെ RCCയിലേക്ക് ക്യാൻസർ ബാധിതരായിട്ടുള്ളവർ, വൃക്ക കംപ്ലൈൻ്റ് ആയിട്ട് ഡയാലിസിസ് നടത്തുന്നവർ, ഇവരൊക്കെ വരുന്നുണ്ടല്ലോ. ഇവർക്ക് എന്തുകൊണ്ട് ഫ്രീ ടിക്കറ്റ് അനുവദിക്കാൻ പാടില്ല? ഒരു പ്രായപരിധിയും വയ്ക്കാൻ പാടില്ല. ഈ അസുഖം ബാധിച്ചവർ, അവർക്ക് സർട്ടിഫിക്കറ്റ് മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കണം. ജെൻഡർ വിധനം വേണ്ടെന്ന് പറയും, വേണ്ട. പക്ഷേ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ആനുകൂല്യം നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ഇവര് തുല്യത പറയും, പക്ഷേ ഒരിടത്തും തുല്യത കാണില്ല. ഇത് സ്ത്രീകൾക്കത് അങ്ങോട്ട് അംഗീകരിക്കാനും പറ്റില്ല. ഇപ്പൊ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലേഡീസ് കയറിയിരിക്കുക. ജനറൽ സീറ്റുകൾ ഉൾപ്പെടെ കംപ്ലീറ്റ് സീറ്റും, എന്തിന് വികലാംഗർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന സീറ്റിൽ വരെ സ്ത്രീകൾ കയറിയിരിക്കുക. ഒന്ന് മാറാൻ പറഞ്ഞാൽ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർ വന്നാൽ പറഞ്ഞാൽ മാറില്ല. ഒരു കാരണവശാലും മാറി കൊടുക്കില്ല. അവിടെ പിന്നെ അടി നടത്തണം, വലിയ വിഷയമുണ്ടാവും. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, സ്കൂൾ കുട്ടികൾക്ക് അത് ജെൻഡർ അടിസ്ഥാനത്തിൽ നോക്കാൻ പാടില്ല. എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഫ്രീ ടിക്കറ്റ് അനുവദിക്കണം. ഇങ്ങനെയൊക്കെയല്ലേ ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടത്? ഒരുപാട് പ്രതീക്ഷയിലാണല്ലോ ഈ സർക്കാരിനെ നമ്മൾ അങ്ങോട്ട് കയറ്റിയത്. അപ്പോൾ അത് ഒരു വിഭാഗം സ്ത്രീകൾക്ക് മാത്രം, അതും കാശുള്ളവർക്ക്. ഈ ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്നവരാണല്ലോ IT മേഖലയിലുള്ളവർ. അതുപോലെ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, ഈ വെളുപ്പാൻ കാലം മുതൽ, രാവിലെ മുതൽ ജോലിക്ക് പോകുന്ന, ചാലയിൽ പോയി മലക്കറി, പച്ചക്കറിയും മീനും എടുക്കുന്ന സ്ത്രീകൾക്ക് ഇവർക്കൊന്നും സീറ്റ് കിട്ടില്ല. കൊച്ചമ്മമാർ കയറി നിരന്നിരിക്കും. ദീർഘക്ഷമില്ലാത്ത ഒരു സംവിധാനമായി പോയി. തീർച്ചയായിട്ടും ഇത് ആദ്യം ചെയ്ത കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി ഇങ്ങോട്ടൊരു പ്രസ്താവന ഇറക്കി. ഇലക്ഷൻ സമയത്തിന് എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ടിക്കറ്റ് ബസ്സിൽ അനുവദിക്കും. അത് കുറേ ചീറ്റിപ്പോയി. കാര്യം എല്ലാ ബസ്സിലും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നടന്നില്ല. അത് ഓർഡിനറി ബസ്സിൽ മാത്രം, പ്രിയദർശിനി ബസ്, അങ്ങനെ അവർ കുറച്ച് എന്താ പറയുക, പോസ്റ്ററൊക്കെ ഒട്ടിച്ചു, പാസ്സാക്കി, അങ്ങനെ ഒത്തിരി ഉടായ്പകൾ കാണിച്ചു. അപ്പോൾ ഇദ്ദേഹം വന്ന് ഇവിടെ അനൗൺസ് ചെയ്യുകയും കേരളത്തിലെ നേതാക്കന്മാർക്ക് അത് ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്നു. പക്ഷേ വീണ്ടും ഈ ടെക്നോ പാർക്കിലെയും മറ്റുള്ള കൊച്ചമ്മമാർ ഇങ്ങോട്ട് തലയിൽ കണ്ണട വെച്ച് മുഖ്യമന്ത്രിയെയും ട്രാൻസ്പോർട്ട് വകുപ്പ്, ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ഒന്ന് കണ്ട് സുഖിപ്പിക്കുമ്പോൾ അവരങ്ങ് ചാഞ്ഞു കൊടുക്കുകയാണ്. അവരെന്തിനും തയ്യാറായി. അതാണല്ലോ ഈ പിങ്ക് ബസ്. അല്ലാതെ ഇവിടെ ആരാ പിങ്ക് ബസ് വേണമെന്ന് പറഞ്ഞ് ഈ ടെക്നോ പാർക്കിൽ ആരെങ്കിലും പബ്ലിക്കായിട്ട് ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടോ? ഈ നയം അല്ല, ഇപ്പോൾ ഇത് തെറ്റാണെന്ന് പൊതുസമൂഹത്തിൽ തന്നെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഉപാധികളിലൂടെയാണ് ഇത് പിന്നെ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ തെറ്റ് തിരുത്താൻ സർക്കാർ തയ്യാറാവുന്നില്ലല്ലോ. തെറ്റ് തിരുത്താൻ തയ്യാറാവില്ല. കാരണം തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ഈ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടുകളാവും. സർക്കാർ, ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് അവരെ സ്വാധീനിക്കുന്നുണ്ട്. അത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ തന്നെ അവിടെ വന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് അതിനോട് ചാഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. ഈ പുരുഷ സംഘം അതിനു വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? അതിനെതിരെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പം എനിക്ക് ശാരീരികമായിട്ട് കൈക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ നിവേദനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 ദിവസത്തിനകം മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിവേദനം കൊടുക്കും. പുരുഷന്മാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അസുഖം ബാധിച്ചവർക്ക്, കുട്ടികൾക്ക്, അതുപോലെ തന്നെ 60 വയസ്സിന് മേലുള്ള പ്രായമായവർക്ക് എല്ലാം ഫ്രീ ടിക്കറ്റ് അനുവദിക്കണമെന്നുള്ളതും, പിന്നെ മെൻസ് കമ്മീഷൻ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള നിവേദനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉടനെ അദ്ദേഹത്തോട് കൊടുത്ത് കാര്യങ്ങൾ പറയും. കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ സമരമാർഗമായിരിക്കും ചെയ്യുന്നത്. ഈ സ്ത്രീകൾ, കുടുംബജീവിതത്തിലെ സ്ത്രീകളുടെ ഇടപെടൽ വളരെ കൂടുതലായി. പുരുഷന്മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സംവിധാനം വന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് കുടുംബങ്ങൾ നിശ്ചലമാവുകയും ഡൈവോഴ്സ്, ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ഇപ്പോൾ നടന്നത് സ്ത്രീകളുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ സമീപനത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ഇതെങ്ങനെ നമുക്ക്
വീണ്ടും ഒരു കുടുംബ ബന്ധം പശ്ചാത്തലം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താലും ഈ പുനർസംവിധാനം ഉണ്ടാക്കാൻ കഴിയും? നമ്മൾ പുരുഷന്മാർ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഭാര്യയും മക്കളുമായിട്ട്, പിതാവുണ്ടെങ്കിൽ പിതാവ്, മാതാവുണ്ടെങ്കിൽ മാതാവ്, അങ്ങനെ ഒരു കുടുംബജീവിതം നമ്മളൊക്കെ കുഞ്ഞുനാളിൽ ജീവിച്ചതുപോലെ അങ്ങനെ ഒരു ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതിന് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കുടുംബ ബന്ധങ്ങൾക്ക് സ്ത്രീകൾക്ക് വിലയില്ല. അവർക്ക് ഈ കുടുംബ ബന്ധത്തോട് മക്കളും ഭർത്താവുമായിട്ട് ജീവിക്കുവാൻ ഒരു താല്പര്യവുമില്ല. കാരണം എല്ലാ സ്ത്രീകൾക്കും ഇന്ന് ഏതെങ്കിലും രീതിയിൽ അവർ വരുമാന മാർഗം കണ്ടെത്തുന്നു. അവരുടെ കയ്യിൽ കാശുണ്ട്. അവരൊന്ന് പുറത്തോട്ടിറങ്ങിയാൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാനും അവർക്ക് മറ്റ് എന്ത് ചിലവുണ്ടെങ്കിലും വഹിക്കാൻ ഇന്ന് ഒരു വിഭാഗം പുരുഷന്മാരും ഉണ്ട്, പാവാടകളായിട്ടുള്ള പുരുഷന്മാരും ഉണ്ട്. അങ്ങനെ ഉള്ളിടത്തോളം കാലം ഇവർ ഒരിക്കലും കുടുംബ ബന്ധത്തിന് വില കൊടുക്കില്ല. ആ കുടുംബ ബന്ധത്തിന് വില കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്കിനി ഒരു തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുത്ത് കൊണ്ടുവരാനും ബുദ്ധിമുട്ടായിരിക്കും. സുരക്ഷിതനാവുന്ന പുരുഷൻ, അവന് സുരക്ഷിതത്വം ഇനി എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? അവൻ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒഴുക്കിനനുസരിച്ച് നീന്തി ഇനി കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ പോകണം. പക്ഷെ അത് എത്രത്തോളം പുരുഷന്മാർക്ക് പറ്റുമെന്ന് അറിയില്ല. കാരണം ഞാൻ ഉൾപ്പെടെയുള്ളവർ വിചാരിക്കുന്നത് ഇനിയും ഒരു കുടുംബജീവിതം നയിക്കണം, പറ്റിയാൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കണം എന്ന് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഡൈവോഴ്സാണോ? ഡിവോഴ്സാണ്. 15 വർഷത്തോളമായി. 15 വർഷത്തോളം നീണ്ട കാലയളവായി. ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ഥലത്ത് പോയി. എല്ലാം ഉടായിപ്പാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ആ പരിപാടി വേണ്ടാന്ന് വെച്ചത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കുടുംബജീവിതം നയിക്കണമെന്നുണ്ട്. അത് നടക്കില്ല, പക്ഷെ നയിക്കണമെന്നുണ്ട്. കാരണം അതിനൊരു പെണ്ണ് വേണ്ടേ, ഒരു നല്ലൊരു എന്താ പറയുക, വീട്ടിൽ ഒരു വിളക്കായിട്ടുള്ള, അതിന് മനസ്സുള്ള ഒരു പെണ്ണ് വേണ്ടേ. അങ്ങനെ ഒരു പെണ്ണ്, നോർമലായിട്ടുള്ള ഒരു പെണ്ണിന്ന് ഈ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈയിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരിക്കും. അതായത് ഒരു ബസ് കണ്ടക്ടർ ആത്മഹത്യ ചെയ്ത സംഭവം. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉന്നത വിദ്യാഭ്യാസം നടത്തി വിദേശത്ത് ജോലിക്ക് പോയ സ്ത്രീ അവസാനം ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ വരെ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ വിഷയമെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് പേര് എന്നെ സമീപിക്കുന്നവരോട് പലരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവൾക്ക് ജോലി നേടിക്കൊടുക്കുന്നൊരവസ്ഥ, അതിൽ ചെറിയൊരു നേട്ടം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം നശിക്കുമെന്ന് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ യുവാവിന് പറ്റിയത്, പുള്ളിക്കാരൻ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ്. ഒരു യാത്രക്കാരോ ജീവനക്കാരോ ഒരാൾ പോലും അയാളെ പറ്റി ഒരു കുറ്റം പറയുന്നില്ല. കാര്യം ഒരു ദുർനടപ്പോ വേറൊരു ചിന്താഗതി ഇല്ലാത്തൊരു മനുഷ്യൻ. ആ ഒരു കുഞ്ഞിന് 2 വയസ്സാകുമ്പോൾ, അകപ്പാടെ ഒരു മകനാണുള്ളത്, ആ ഒരു കുഞ്ഞിന് 2 വയസ്സായപ്പോൾ ഈ ഭാര്യയെ ഗൾഫിലേക്ക് വിടുകയാണ്. പ്രവാസ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ആണുങ്ങൾ പോയി മണലാരുണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഭാര്യയ്ക്കും മക്കൾക്കും പൈസ അയച്ചു കൊടുക്കുന്നത് പോലെ ഈ പെൺകുട്ടിയും ചെയ്യുമെന്ന് ഈ മണ്ടനായിട്ടുള്ള, ഞാൻ മണ്ടനെന്ന് പറയുകയാണ്, കാര്യം മണ്ടനായിട്ടുള്ള ഈ കണ്ടക്ടർ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ യുവതിയെ, അവളുടെയും കൂടി താല്പര്യത്തിന്, അവളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇയാൾ വിദ്യാഭ്യാസം കൊടുത്തതും നേരെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഗൾഫിലേക്ക് വിട്ടതും. ഈ പുള്ളിക്കാരി എന്ന് മാത്രമല്ല, ഏതൊരു പെണ്ണും അവരുടെ ഒരു തട്ടകം അവർക്ക് കിട്ടിയാൽ അവരവിടെ കാമുകനെ കണ്ടെത്തും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇവിടെയും ഈ സ്ത്രീ ചെയ്തതെന്തെന്ന് പറഞ്ഞാൽ, ആ സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ ഞങ്ങൾ പേജിൽ കൂടിയൊക്കെ വിട്ടിരുന്നു. അപ്പോൾ ആ സ്ത്രീ ചെയ്തത്, അവിടെ സഹപ്രവർത്തകനായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു യുവാവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ബന്ധം സ്ഥാപിച്ചു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിൻ്റെ പിക്ചർ എടുത്ത് ഈ പിതാവിന് അയച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ്റെ മനസ്സെന്തായിരിക്കും? അവൻ എന്തുമാത്രം വേദനിച്ച് കാണും, നീറിക്കാണും. കാര്യം ഒരു മദ്യം പോലും കഴിക്കാത്തൊരു വ്യക്തി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മദ്യത്തിൽ ചിലപ്പോൾ 2 എണ്ണമൊക്കെ അടിച്ചാൽ അത് മാറിയേനെ. അവൻ എന്നിട്ടും സഹിച്ചു. കാരണം ഈ ഒരു മകന് വേണ്ടിയിട്ട് ഈ അനാവശ്യ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, ഭാര്യ ദുർനടപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ അത് തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ജീവിച്ചത് ഈ ഒരു മകനെ ഓർത്തിട്ടാണ്. അവസാനം ഈ സ്ത്രീ വന്നത്, നേരെ നാട്ടിൽ വരുന്നു, ഒരു ഫാമിലി കോർട്ടിൽ പോയി ഒരു പരാതി കൊടുക്കുന്നു. നേരെ ഈ പൊന്നു മകനെ, തലേ ദിവസം വരെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിയ മകനെ നേരെ ഈ കോടതി മുഖേന ഈ കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. എങ്ങനെ ഈ പിതാവ് സഹിക്കും? എത്ര ദിവസം സഹിക്കും? കുട്ടികളുള്ള ഏത് പിതാവിനും എനിക്കത് മനസ്സിലാവും. ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദനയാണത്. കാര്യം സ്വന്തം മക്കളെ നമ്മുടെ കയ്യിൽ കിട്ടാതെ വരുമ്പോൾ അനുഭവിക്കുന്ന ആ വേദന. കാരണം അവരുടെ സ്നേഹം,
അത് നമുക്കിനി കിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇയാൾക്ക് ഒരു കോള് വിളിച്ചിരുന്നുവെങ്കിൽ നിയമവും നിയമവ്യവസ്ഥയും ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ കീഴ്ക്കോടതിയിലുള്ളതല്ല, ഫാമിലി കോർട്ടിലുള്ളതല്ല, നമുക്ക് മേളിലോട്ട് കോടതികളുണ്ട്, നമുക്ക് ഈ കുട്ടിയെ തിരിച്ചെടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ അതവിടെ ചെയ്യാമായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അതിനൊന്നും നിൽക്കാതെ മാനസികമായിട്ട് തകർന്ന്, കാര്യം അവന് നീതി കിട്ടില്ല എന്ന് ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കാം. ഇനി രക്ഷയില്ല, ഈ കുട്ടിയെ വീണ്ടെടുക്കാൻ പറ്റില്ല എന്ന് ഏതോ ഒരു മണ്ടൻ പറഞ്ഞു കൊടുത്തത് കേട്ട് വിശ്വസിച്ച് അവൻ ആത്മഹത്യ ചെയ്യേണ്ടായി. അവൻ്റെ ജീവിതം പോയി എന്നുള്ളതല്ലാതെ ഇവളെ ഇനി രോമത്തിൽ തൊടാൻ പറ്റില്ല. ഇവൾ ഇനി സുഖിച്ച് ജീവിക്കും, ഇവൾക്ക് തോന്നിയവൻ്റെ കൂടെ ജീവിക്കും. ഈ കുട്ടിയുടെ ജീവിതവും പാഴായി പോകും എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല. എങ്ങനെയാണ് രണ്ടാനച്ഛൻ, പ്രത്യേകിച്ച് ഈ കുട്ടിയോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഈ അമ്മ 2 വയസ്സിൽ പോയവൾ ഈ 8 വർഷം വരെ കുട്ടിയെ കാണാൻ വരാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ സ്നേഹമല്ല, അവനെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാമോ വെറുപ്പിക്കാമോ അതിനുദാഹരണമാണെങ്കിലോ ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പിക്ചറുകൾ എടുത്ത് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇവനെ തകർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ കുട്ടിയോട് ഇവൻ മോശക്കാരനാണെന്ന് പറഞ്ഞ് വരുത്തി തീർക്കുക. ഇങ്ങനെയുള്ള അവസ്ഥകളാണ് ഇന്ന് ഈ കേസിൽ നടന്നത്. അങ്ങനെ മാനസികമായിട്ട് തകർന്ന് എല്ലാം കൊണ്ട് നശിച്ചാണ് ആ യുവാവ്. നിഷ്കളങ്കനായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള, ആര് കണ്ടാലും കരഞ്ഞു പോകുന്ന സ്ത്രീകൾ ഒരുപാട് പേര് ഇവൾക്കെതിരെ ശാപവാക്കുകൾ പൊഴിച്ചു എന്നുള്ളതാണ് നമ്മൾ അമ്മമാർ. കാര്യം അവർക്കൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ ബസ്സിലെ യാത്രക്കാരോ മറ്റ് ജീവനക്കാരോ ഒന്നും ഇയാളെപ്പറ്റി കുറ്റം പറയാൻ ഒരു വാക്കില്ല. ആ പ്രസന്നവദനായിട്ടുള്ള ആ മുഖം എനിക്ക് പോലും മറക്കാൻ പറ്റുന്നില്ല. അവൻ്റെ വേദന, അവൻ്റെ മരണം അങ്ങനെയാണ് സംഭവിച്ചത്. അത് നമുക്കെല്ലാം തീരാവേദന തന്നെയാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥ, കോടതി ഒരു നിമിഷം ഒന്നാലോചിച്ചിരുന്നുവെങ്കിൽ, വിവേകത്തോടു കൂടി പെരുമാറിയിരുന്നുവെങ്കിൽ ആ മകനും ഈ പിതാവും ഇന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിന് അത് കോടതിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്. പുരുഷന് വികാരമില്ല എന്നുള്ള അവസ്ഥയിലാണ് അല്ലേ? ഒരു വികാരവും പുരുഷൻ കരയാൻ പാടില്ലല്ലോ, പുരുഷൻ കരയാൻ പാടില്ല, പുരുഷന്റെ പ്രശ്നം പറയാൻ പാടില്ല. ഇത് നമ്മളെ പണ്ട് മുതലേ പഠിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. ഇവൻ ആരോട് കരയും? ഈ കണ്ടക്ടർ ആരോട് കരയും? ആരോട് പറയും? അവൻ ആരുമില്ല. അപ്പം അതുകൊണ്ട് അവൻ കരഞ്ഞാൽ നാണക്കേടല്ലേ, അതുകൊണ്ട് അവൻ ജീവനൊടുക്കി. ഇത് തന്നെയാണ്, ഇത് കോടതിയുടെ പിഴവ. കോടതി യഥാർത്ഥം പറഞ്ഞാൽ ആ വിധി പ്രസ്താവിച്ച ജസ്റ്റിസിന്റെ വീട്ടിൽ പോയി നമ്മൾ സമരം നടത്തുക. ഇവർ പുറത്തിറങ്ങാൻ പാടില്ല, ഇവരെ ഇതിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. കാരണം സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഈ 8 വർഷം കുട്ടിയെ സ്നേഹിക്കാത്ത തള്ളയുടെ കൂടെ കുട്ടിയെ വിട്ടത് ഏറ്റവും വലിയ തെറ്റാണ്. ആ കുട്ടിക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ ഒരു മെൻസ് കമ്മീഷൻ അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ 4-5 വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പറയുവാൻ. കാര്യം ഏറ്റവും കൂടുതൽ ഇവിടെ ആത്മഹത്യകൾ നടക്കുന്നത് പുരുഷന്മാരാണ്. 73% മേളിൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ്. എന്നാൽ ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരും ഫെമിനിസ്റ്റുകളും എല്ലാം കൂടെ കയറി അതങ്ങ് കത്തിപ്പടർത്തും. കാര്യം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. ഇത് തികച്ചും തെറ്റാണ്. 100-ൽ 73% മേളിൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ, അതും ഫാമിലി പ്രശ്നം, ഒരു പെണ്ണ് കാരണം, ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു പെണ്ണ് കാരണം, അത് ഭാര്യയാവാം, കാമുകിയാവാം, സുഹൃത്താവാം, ഏത് രീതിയിലായാലും ഒരു പെണ്ണ് കാരണം ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ കണക്ക് 73% മേളിലാണ്. അതേസമയം ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നത് 27% താഴെയാണ്. ഇതിവിടെയാണ് നമ്മൾ കണക്കിൻ്റെ അന്തരം നോക്കണം. 27 അവിടെ കിടക്കുന്നു, 73 അവിടെ കിടക്കുന്നു. അപ്പോൾ ഇത്രയും അന്തരം കിടക്കുമ്പോൾ ഇവിടെ മറ്റുള്ളവർ പറയുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, ഇന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് ഈ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു? ഇവർക്ക് പറയാൻ ഒരു സ്ഥലമില്ല, ഒരു പ്ലാറ്റ്ഫോമില്ല. സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, അവർ പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പം അത് കേസ് പരിഗണിക്കും. എന്നാൽ പുരുഷന്മാർ പോയാലോ അവന് തെറിയഭിഷേകമായിരിക്കും. അവൻ പറയുന്ന കേസ് അങ്ങോട്ട് കേസ് ഫയൽ ചെയ്യില്ല, FIR ഇടില്ല, ഒരു കാര്യം ചെയ്യില്ല. അടുത്ത രണ്ടാമത് പെണ്ണ് പോയി ഒരു വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നു. അപ്പം പെട്ടിയും കിടക്കെ എടുത്തുകൊണ്ട് ഇവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടി വരും. കുറച്ച് ഫെമിനിസ്റ്റുകളും കൂടെ വരും. അത് അവിടെ നടക്കുന്നു. പിന്നെ അടുത്തുള്ളത് വനിതാ സെല്ലുണ്ട്. ഈ വനിതാ സെല്ലിൽ പോയി ഒരു പരാതി കൊടുത്താൽ മതി ഒരു പെണ്ണിന്.
അവിടെ ഉടനെ നടപടി ഉണ്ടാവും. പക്ഷേ പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പോലീസ് സ്റ്റേഷൻ അല്ലാതെ നിലവിൽ വേറൊരു മാർഗവുമില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോലും നീതി കിട്ടുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ അടുത്തിടെ നടന്ന പത്തനംതിട്ട ഒരു 13കാരി അവളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് 10ഓളം വരുന്ന കൊച്ചുമക്കളെ, പ്രായപൂർത്തിയാകാത്തവരും 2 പേരെന്തോ 6 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 2 പേരാണ് 18 വയസ്സിന് മേളിലോട്ടുള്ളവരെ. അവരെ തല്ലി ചതച്ചു എന്നുള്ളതാണ്. ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൂടിയും തല്ലി ചതക്കേണ്ടായി. ഇതൊക്കെയാണ് ഉദാഹരണം. ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും പുരുഷൻ നീതി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മെൻസ് കമ്മീഷൻ വേണം, മെൻസ് കമ്മീഷൻ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ കാരണം വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരു മന്ത്രിമാരോ അതിന് തയ്യാറല്ല. കഴിഞ്ഞ മന്ത്രിസഭയാവട്ടെ, ഇപ്പോഴത്തെ മന്ത്രിസഭയാവട്ടെ, ഇന്നേ വരെ ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല. ഇതിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട്. മാധ്യമങ്ങൾ ആരും ഇത് ശക്തമായിട്ട് പറയുന്നില്ല. തെറ്റ് ചെയ്യുന്ന സ്ത്രീകളെ വെള്ളപൂശുവാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ ഇവിടെ തെറ്റുകാരല്ലാത്ത വ്യാജ പോക്സോ കേസിൽ പെട്ടിട്ടുള്ള പുരുഷന്മാർ ഒത്തിരി പേരുണ്ട്. അവർക്ക് നീതി കിട്ടുന്നില്ല. അവർക്ക് വേണ്ടി ഒരു മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല. കോടതി അവൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ കൂടിയും ഇവർ സംരക്ഷണം ചെയ്യില്ല. കാരണം ഇവർ ഒരു വട്ടം കൊടുത്തിരിക്കുകയാണ് ഇവൻ പീഡനമീരുന്ന്. അപ്പോൾ പിന്നെ ഇവൻ എങ്ങനെയാണ് ഇവർക്ക് വെള്ളപൂശാൻ പറ്റും? ഇവർ വെള്ളപൂശില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ടും മെൻസ് കമ്മീഷൻ വരണം. അതിനുവേണ്ടി കഠിനമായിട്ടുള്ള പ്രയത്നം നടത്തും. ഇപ്പോൾ നിവേദനം കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം അതിനൊരു നടപടി ഉണ്ടായില്ല എങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നിരാഹാര സമരം ശക്തമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുക.